ഇന്നലെ രാജ്യത്തെ ഞെട്ടിച്ചത് ഒരു വെളിപ്പെടുത്തലായിരുന്നു. ഇന്നലെയല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വെളിപ്പെടുത്തലിനെ കുറിച്ചുള്ള വാർത്തകൾ അവിടെവിടെയായി വരുന്നുണ്ടായിരുന്നു. കർണാടകയിലെ ധർമ്മസ്ഥലയിൽ 100ഓളം പേരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ നിർബന്ധിതനായി എന്ന് ഒരു മുൻ ജീവനക്കാരൻ വെളിപ്പെടുത്തുകയായിരുന്നു. ഈ വെളിപ്പെടുത്തലിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം ക്രൂര ബലാത്സംഗത്തിനിരയായി എന്ന ജീവനക്കാരന്റെ വെളിപ്പെടുത്തലിൽ കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ ധർമ്മസ്ഥല പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. തെളിവുകൾ സഹിതമാണ് ശുചീകരണ തൊഴിലാളി കോടതിയിൽ പരാതി സമർപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. കർണാടക ധർമ്മസ്ഥലയിൽ 10 വർഷത്തിനിടെ കൊല്ലപ്പെട്ട 100 കണക്കിന് മൃതദേഹം രഹസ്യമായി കുഴിച്ചുമൂടാൻ നിർബന്ധിതനായെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബെൽത്തങ്ങാടി കോടതി നിർദ്ദേശപ്രകാരം ധർമ്മസ്ഥല പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. പോലീസിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയിരിക്കുന്നത്. 1995 മുതൽ 2014 വരെയുള്ള കാലയളവിൽ 100ഓളം പേരെ അതിക്രൂരമായി കൊലപ്പെടുത്തി കുഴിച്ചുമൂടി. ഇതിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ, യുവതികൾ, യുവാക്കൾ, ഭിക്ഷാടനം നടത്തുന്ന ആളുകൾ എന്നിവരും ഉൾപ്പെടും. നേത്രാവതി പുഴ ശുചീകരണ തൊഴിലാളിയായ തന്നെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തി മൃതദേഹങ്ങൾ മറവ് ചെയ്യിപ്പിച്ചു. ചില കൊലപാതകങ്ങൾ ക്രൂരവും പൈശാചികവുമായിരുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകളും അടിവസ്ത്രമില്ലാതെയുമായിരുന്നു മൃതദേഹങ്ങൾ. സ്കൂൾ യൂണിഫോം ധരിച്ച 13 വയസ്സുകാരിയെ ബലാത്സംഗത്തിനിരയാക്കി അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയത്. കൊല്ലപ്പെട്ടവരിലേറെയും പ്രായപൂർത്തിയാകാത്തവരും സ്ത്രീകളുമായിരുന്നു. 2014 തന്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചപ്പോഴാണ് കുടുംബസമേതം രക്ഷപ്പെട്ടതെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം. കുറ്റബോധം സഹിക്കവയ്യാതെയാണ് വെളിപ്പെടുത്തലെന്നും ഇയാൾ പറയുന്നുണ്ട്. തെളിവായി അടുത്തിടെ ധർമ്മസ്ഥലയിൽ ഒരു മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്ത് രഹസ്യമായി എത്തി മൃതദേഹം പുറത്തെടുത്ത് ഇതിന്റെ ഫോട്ടോയും ബെൽത്തങ്ങാടി കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ സുപ്രീം കോടതി അഭിഭാഷകന് രേഖകൾ കൈമാറിയതായും ശുചീകരണ തൊഴിലാളി. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ മണ്ണുമാന്തി പരിശോധന നടത്താനാണ് പോലീസിന്റെ നീക്കം. കെ.വി. ബൈജു, ന്യൂസ് 18, മംഗളൂരു. തിരുവനന്തപുരം ജവഹർ നഗറിൽ അമേരിക്കൻ മലയാളിയുടെ 1.5 കോടി രൂപ വില വരുന്ന വീട് തട്ടിയെടുത്ത കേസിൽ വഴിത്തിരിവ്. കോൺഗ്രസ് നേതാവ് അനന്തപുരി മണികണ്ഠന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് വ്യാജ പ്രമാണത്തിൽ താൻ ഒപ്പിട്ട് നൽകിയതെന്ന് അറസ്റ്റിലായ യുവതി പോലീസിന് മൊഴി നൽകി. അതേസമയം മെറിൻ ജേക്കബിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. വിശദമായ തെളിവെടുപ്പിന് വേണ്ടി മ്യൂസിയം പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ മെറിൻ ജേക്കബിനെ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് തട്ടിപ്പിനെക്കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നെന്നും അനന്തപുരി മണികണ്ഠൻ നിർബന്ധിച്ചതിനെ തുടർന്നാണ് വ്യാജ പ്രമാണങ്ങളിൽ ഒപ്പിട്ട് നൽകിയതെന്നും യുവതി മൊഴി നൽകിയത്. എന്നാൽ വിശദമായ അന്വേഷണത്തിന് ശേഷമേ മണികണ്ഠനെ കേസിൽ പ്രതി ചേർക്കുമെന്ന് മ്യൂസിയം പോലീസ് വ്യക്തമാക്കി. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബമാണ് മെറിൻ്റേതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇത് മറികടക്കാനാണ് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിച്ച് യുവതി തട്ടിപ്പിന്റെ ഭാഗമായതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ശാസ്തമംഗലത്തെ സബ് രജിസ്ട്രാർ ഓഫീസിൽ തെളിവെടുപ്പിനെത്തിച്ച യുവതി മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെ. കൊല്ലം കടക്കലിലെ മെറിന്റെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം യുവതിയെ കോടതിയിൽ ഹാജരാക്കും. യുവതിയുടെ പക്കൽ നിന്ന് 1.5 കോടി രൂപയ്ക്ക് വസ്തു എഴുതി വാങ്ങിയ ചന്ദ്രസേനനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. സ്ഥലത്തിന്റെ ഉടമയറിയാതെ വ്യാജ പ്രമാണം നിർമ്മിച്ച കാര്യം ഇയാൾക്ക് അറിയാമോ എന്ന് കണ്ടെത്താനാണ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ജനുവരിയിലാണ് ജവഹർ നഗർ സ്വദേശിനിയും അമേരിക്കയിൽ സ്ഥിരതാമസക്കാരിയുമായ ഡോറ അസറിയ ക്രിപ്സിന്റെ പേരിലുള്ള ആഡംബര വസതിയും സ്ഥലവും വ്യാജ പ്രമാണം നിർമ്മിച്ച് ഒരു സംഘം തട്ടിയെടുത്തത്. ന്യൂസ് 18, തിരുവനന്തപുരം.